നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ സ്മൈൽ ടോക്സിലോട്ട് സ്വാഗതം. സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് അതെ, അല്ലേ? അതെ. നമ്മള് ഒരു ചെറിയൊരു ഇടവേള എടുത്തു. ഉം, കാരണം ഞാനും ഇവിടെ, ഇങ്ങള് നാട്ടിലുമായിരുന്നു. ഉം, നിങ്ങളിങ്ങോട്ട് തിരിച്ചെത്തുമ്പോൾ ഞാനും നാട്ടിലും, ഇങ്ങള് ഇവിടെയായി. അതെ. ചെറിയൊരു ഇടവേള വന്നു നമുക്ക്. എങ്കിലും നമുക്ക് ആ ഒരു ഇടവേളയിൽ നമുക്ക് കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അതെ. എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് സ്ട്രെങ്ത് ആണല്ലോ. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉം, അപ്പോൾ നമ്മളിങ്ങനെ ബിസിനസ്സിലാണല്ലോ നമ്മളുള്ളത്. ബിസിനസ്, നമ്മുടെ ജീവിതം, അത് രണ്ടുമായി കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ക്ലാരിറ്റി കുറവുകളുണ്ടാവും. ഉം, അതായത് ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഉം, നമ്മുടെ ജീവിതത്തിലേക്ക് ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് വെളിച്ചം കിട്ടില്ല. ഉം, അവിടെ വെളിച്ചം വരുമ്പോൾ ഇവിടെ വെളിച്ചം വരില്ല. ഞാനിപ്പോൾ ചെറിയൊരു യാത്രയാണെങ്കിലും ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുമ്പോഴും ഞാനെപ്പോഴും പറയൽ, നമ്മൾ ശ്വാസം വിടുന്ന സമയത്ത് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ് അത്ര താഴേക്ക് വരും. ആ ഉം, ശ്വാസം വിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും അതും കൂടെ തള്ളിക്കയറ്റണം. ഉം, ചെറിയൊരു ശ്രദ്ധ കുറഞ്ഞാൽ ബിസിനസ് താഴേക്ക് കുറയും. ഉം. അത് സാറ് മനസ്സിലാക്കുന്നത് ഈ മീഡിയം ബിസിനസ്സിൽ മാത്രമേ ഉള്ളൂ. ഇല്ല. അപ്പോൾ നമുക്ക് ഒരു, ഞാൻ പറയാറുള്ളത്, ഒരു ശ്വാസം താഴേക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും ബിസിനസ് ബാക്കോട്ട് വീണ്ടും അതിനെ കൂടെ മുകളിലേക്ക് നമ്മൾ തള്ളിക്കയറ്റേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. ഉം, ഇത് ഈ കോർപ്പറേറ്റ് ബിസിനസ്സുകളിൽ ഇങ്ങനത്തെ ഒന്നും ഇല്ലേ? അതോ ഉം. നമ്മുടെ സാധാരണക്കാരുടെ ബിസിനസ്സിൽ മാത്രമാണോ ഇങ്ങനെയുള്ളത്? അല്ല, അങ്ങനെയല്ല. അത് കോർപ്പറേറ്റ് ബിസിനസ്സിലെല്ലാം വെൽ സ്ട്രക്ചേർഡ് ആണ്. ഉം. നമ്മൾ സാധാരണ ഒരു ബിസിനസ്സും അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഷോപ്സ്, അതുപോലെ ചെറുകിട സംരംഭകർ, ഇവരൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ചെയ്യുന്നത് നമ്മൾ ഓണേഴ്സ് ആയിരിക്കും. ഓണേഴ്സ് എല്ലാത്തിലും പോയിട്ട് അതിൽ ഇൻവോൾവ് ആവുകയും അവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കോർപ്പറേറ്റ് ബിസിനസ്സിൽ അങ്ങനെയല്ല, എല്ലാം സ്ട്രക്ചേർഡാണ്. അവിടെ കോർപ്പറേറ്റ് ലീഡേഴ്സ് ചെയ്യുന്നത്, ദേ ആർ ദ ഡിസിഷൻ മേക്കേഴ്സ്. അവർ ആ ഡിസിഷൻ മേക്കിംഗ് റിപ്പോർട്ട്സ് നോക്കുകയും ടീമിനെ മാനേജ് ചെയ്യുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിലോട്ട് അവർ ഇൻവോൾവ് ആവുന്നില്ല. അതുകൊണ്ടാണ് കോർപ്പറേറ്റ് ബിസിനസ്സിൽ ഓണേഴ്സ് പലപ്പോഴും ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അത് വെൽ സ്ട്രക്ചേർഡാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഷോപ്പിൽ, നമ്മുടെ മാർക്കറ്റിങ്ങിൽ ഒരാൾ എന്തെങ്കിലും ഒരു തരത്തിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നു. നമ്മളുടെ ഓണർ, നമ്മളുടെ എംപ്ലോയി ഉടനെ തന്നെ നമ്മൾ വിളിക്കുന്നു, സാറേ ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, എത്ര പ്രൈസ് കുറച്ച് കൊടുക്കണം. നമ്മളവിടെ ഇല്ലെങ്കിൽ അത് നടക്കുന്നില്ല. അതേസമയം കോർപ്പറേറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഹൈ ലെവൽ ബിസിനസ്സിലോട്ട് പോകുമ്പോൾ ഇത് ഓട്ടോമേറ്റഡ് ആയിരിക്കും. സിസ്റ്റം ഡിസൈഡ്സ് ഇറ്റ്. ഓണർ അവിടെ ഒരു കോസ്റ്റ് പറയുന്ന ഒരു സംഭവങ്ങളോ ഇൻട്രാക്ട് ചെയ്യുന്ന മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഇല്ല. അതിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ ഉണ്ടായിരിക്കും. ഇതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആയിരിക്കുന്ന ബിസിനസ്, ഇൻവോൾവ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷണലി ഇൻവോൾവ് ആവുന്ന ബിസിനസ്സിൽ നമ്മളുടെ ആബ്സെൻസ് അവിടെ ഓപ്പറേഷൻസിനെ താഴ്ത്തും. ആ, അതേസമയം നമ്മളവിടെ മാനേജറൽ ഡിസിഷൻസ് ആണ്. എന്താണ് മാനേജറൽ ഡിസിഷൻസ്? എല്ലാം ഡിഫൈൻഡ് സ്ട്രക്ചറിൽ നടക്കുന്നു. ആ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ആ റിപ്പോർട്ട്സാണ് നമ്മൾ പിന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മറ്റത് നമ്മൾ ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ഇൻവോൾവ് അല്ല ഇവിടെ ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആവുന്നിടത്തൊക്കെ തന്നെയും ഈ പറയുന്ന പോലെ ഇതെന്നാണ് നമ്മൾ താഴത്തോട്ട് പോകും. സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഒരു സ്ഥലത്ത് നമ്മുടെ സാധാരണ ബിസിനസ്സുകാർ അല്ലെങ്കിൽ മിഡിൽ ബിസിനസ്സുകാരൊക്കെ വിചാരിക്കുന്നത് അവരില്ലെങ്കിൽ ബിസിനസ് പൊളിയും എന്നാണ്. ബിസിനസ് നിൽക്കില്ല, ഉം. അവരില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. ഉം. എന്നാൽ ഇത് ഇപ്പം അവർക്ക് ശ്വാസം വിടാനും പോലും പറ്റില്ല. നേരത്തെ ഞാൻ തുടങ്ങി വെച്ചത് അതിലാണ്. അവർക്ക് ശ്വാസം വിടുമ്പോൾ താഴേക്ക് ഇറങ്ങുന്നു, മുകളിലേക്ക് കയറുന്നു. എന്നാൽ ഇപ്പുറത്ത് നല്ലൊരു സ്ട്രക്ചേർഡ് ബിസിനസ്സിനകത്ത് ഇതൊന്നും സംഭവിക്കുന്നുമില്ല. ഉം. എങ്ങനെയാണ് നമ്മളെ ഈ ബിസിനസ്സുകാരെ എങ്ങനെയാണ് ഇതാണ് നല്ലത് എന്നെങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? കാരണം നല്ലത് എന്തായാലും ഈ ശ്വാസം പോലും വിടാതെ ഉള്ള ഒരു ജീവിതം ശരിയല്ലല്ലോ. ഉം. അപ്പോൾ നല്ലൊരു ഏതാണ് ഈ സ്ട്രക്ചേർഡ് ബിസിനസ് തന്നെയാണ്. ഉം. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഈ മൈൻഡ് സെറ്റ്? ഇതാണല്ലോ എൻ്റെയൊക്കെ മൈൻഡ് സെറ്റ് ഇതാണ്. ശ്വാസം ഞാൻ വിടാൻ പിന്നിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അത്രയും ബിസിനസ് അന്ന ദിവസം പോകും. എങ്കിൽ എനിക്ക് കിട്ടേണ്ടത് ഈ സ്ട്രക്ചേർഡ് ബിസിനസ്സാണ്. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറുന്നില്ല. അത് ബിസിനസ് തന്നെ ഡിഫറെൻ്റ് ആണ് ഹനീഫിക്ക. ഈ സ്ട്രക്ചേർഡ് ബിസിനസ്സിൽ നോക്കുമ്പോൾ ലാഭം കൂടുതലായിരിക്കും. മിഡിൽ ലെവൽ അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ഷോപ്സിലോട്ട് വരുമ്പോൾ ലാഭം കുറവായിരിക്കും. അവിടെ അവർ ആ തൊട്ടപ്പുറത്തുള്ള ഷോപ്സ് എത്രയെന്നുള്ളത് കോമ്പീറ്റ് ചെയ്തിട്ട് ആ രീതിയിലൊക്കെയാണ് പ്രൈസ് ഇടുന്നത്. അത് ഈ ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കൂട്ടുന്നത് തന്നെ ഒരു പാപമാണ്, നമ്മൾ കസ്റ്റമറെ പറ്റിക്കല്ലേ എന്നുള്ള തോന്നലാണ്
നമ്മൾ ഷോപ്പ് കീപ്പേഴ്സിന് പോലും ഉള്ളത്. ഇത് ഉം. ഇത്രയൊക്കെ ചാർജ് ചെയ്യാൻ പാടുണ്ടോ ഉം. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മൾ വലിയ ബിസിനസ്സിലോട്ട് പോകുമ്പോൾ അവിടെ അവർ പ്രോഫിറ്റ് കൂടുതലെടുക്കും. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെയിൽസിൻ്റെ പ്രോഫിറ്റ് കൂടുതലെടുക്കും. കാരണം അവിടെ ഓപ്പറേഷണൽ എക്സ്പെൻസ് ഒരുപാടുണ്ട്. ഉം. അവിടെ ഓട്ടോമേഷൻ എക്സ്പെൻസസ് ഒരുപാടുണ്ട്. അവിടെ ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് വരുന്ന അവരെല്ലാം തന്നെ ഹൈലി പെയ്ഡ് ആണ്. കാരണം ഈ ചെറുകിട ബിസിനസ്സിൽ അവർ ആ ചെറിയൊരു ലോക്കൽ ഏരിയ മാത്രമാണ് അവർ കാണുന്നുള്ളൂ. ഉം. അവിടെയുള്ള ബിസിനസ് ഇവർ കാണുന്നുള്ളൂ. അതേസമയം വലിയ ബിസിനസ്, കോർപ്പറേറ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ അവർ എൻറ്റയർ വേൾഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വേയിൽ ബിസിനസ് ചെയ്യുക, ഈ രീതിയിൽ എങ്ങനെ ലാഭം കൂട്ടാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഈ ലാഭം എല്ലാവരുടെ പോക്കറ്റിലോട്ടാണ് എടുക്കുന്നത്? അല്ല. ആ ലാഭം വെച്ചിട്ടാണ് ഇവിടെയുള്ള ഇൻകൺസിസ്റ്റൻസി ആയിട്ടുള്ള കാര്യങ്ങളെ പിന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടുവരാൻ R&D. ഇപ്പോൾ ഒരു നോർമൽ ഷോപ്പിൽ നിങ്ങൾക്ക് ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്ന് പറയുമ്പോൾ അവർ ചിരിച്ചു തള്ളും. അതിൻ്റെ ആവശ്യമില്ല.